ഫ്രണ്ട്സേ സുഖം എല്ലാവർക്കും. അപ്പോൾ ഞാനേ നാട്ടിലുള്ള കേട്ടോ. നാട്ടിൽ നിൽക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇന്ന് സൺഡേ ആണ്. ഞാൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് 1 കിലോ ബീഫൊക്കെ എടുത്ത് വന്ന് അത് ഒരു ഡ്രൈ ഫ്രൈ അടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിലൊക്കെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എടുക്കുമ്പോൾ പറഞ്ഞാൽ ചെറിയ ഉള്ളിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറി ഫ്ലീഫും കൂടി. ഇത് ചട്ടി കത്തിക്കുന്ന പരിപാടി ഉമ്മാൻ്റെ പരിപാടി കേട്ടോ. ഇത് നമുക്കറിയില്ല. ഇതുകൊണ്ട് നമ്മൾ വലിയ ഗ്യാസ് സ്റ്റൗവിലൊക്കെ എടുക്കുന്ന പണിയായതുകൊണ്ട് അത് ഉമ്മന്നെ കത്തിച്ചു കേട്ടോ. ശേഷം നല്ല ആട്ടി നാടൻ വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് അതിനകത്ത് കുറച്ച് ഉലുവയൊക്കെ ഇട്ട് ഉലുവ പൊട്ടിച്ച ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മൂപ്പിച്ചു. ശേഷം കറിവേപ്പില ഇട്ടോ. ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ വേറെ രസം എന്താ വെച്ചാൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നല്ല മണമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ പച്ചക്ക് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മൂപ്പിച്ച ശേഷം ടൊമാറ്റോ കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ച മണങ്ങളൊക്കെ പോകും. ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് മസാല നല്ല രീതിയിൽ കുക്കാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് നോക്കണം, കാരണം നമ്മൾ ബീഫ് ഇതിനകത്ത് പിന്നെ പച്ചക്ക് നമ്മൾ ഇതിനകത്ത് കുക്ക് ചെയ്യാനാണ് സോൾട്ട് പരമാവധി നമ്മൾ ചെക്ക് ചെയ്യണം. എന്നാലും അല്ലെങ്കിൽ ബീഫിൻ്റെ സോൾട്ട് ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ പുളി നോക്കണം. കുറച്ച് വിനാഗിരി കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ലൈം ജ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബീഫ് ഓൾമോസ്റ്റ് റെഡിയായി തിളച്ച് നല്ല കുട്ടപ്പനായിരിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 10-15 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് ഏകദേശമൊക്കെ കുക്കാവട്ടോ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആയി. ഇനി കുറച്ചുകൂടി കുക്ക് ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആവും. അപ്പോൾ ഇതുപോലെ വീഡിയോ ഇനി ഞാൻ ചെയ്യും. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളെൻ്റെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.